ഇഞ്ചി വിളവെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് പറിച്ചെടുക്കേണ്ട സമയം കഴിഞ്ഞു, ഇതിന്റെ കാലാവധി കഴിഞ്ഞ് നിൽക്കുകയാണ്. കാരണം ഞാൻ ഇത് വിഷുവിന് വേണ്ടിയിട്ട് പറിച്ചെടുക്കാമെന്ന് കരുതി ബാക്കി കുറച്ച് നിർത്തിയിരിക്കുമായിരുന്നു. ബാക്കിയെല്ലാം എനിക്ക് കറി വെക്കുന്ന സമയത്ത് ആവശ്യത്തിനനുസരിച്ച് ഞാൻ പറിച്ചെടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഒരു ഇഞ്ചി പറിച്ചെടുക്കുമ്പോൾ കണ്ടോ, നന്നായിട്ട് അത് നല്ലോണം ഇഞ്ചി അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ നട്ടിരുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വളർന്നു, അത് മുളച്ചു വന്നു. അടുത്ത തലമുറ ഇഞ്ചി മുളച്ചു വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ ആ മുളച്ചു വന്ന ഭാഗം ഞാനത് വെട്ടിമാറ്റിയിട്ട് അത് അപ്പോൾ തന്നെ നടുകയാണ് കേട്ടോ. അതിന് മുളച്ച ഭാഗം ഇതുപോലെ നട്ട് കൊടുത്തിട്ട് പച്ചക്കക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉണക്ക ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇല ചീയൽ അല്ലെങ്കിൽ കട ചീയൽ രോഗം ബാധിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നടുന്ന സമയത്തും 2-4 മാസം പ്രായമെത്തുമ്പോഴും വളം ഇട്ട് കൊടുത്തതിന് ശേഷം ശീമക്കൊന്ന ഇല കൊണ്ട് പുതയിടുക.